ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട സമ്മിശ്ര പ്രതികരണമാണ് പുറത്തുവരുന്നത്. വടക്കൻ ഇസ്രായേലിലെ ലെബനൻ അതിർത്തിയിൽ താമസിക്കുന്ന ഇസ്രായേൽ പൗരന്മാർ വെടിനിർത്തലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വന്നിരിക്കുകയാണ്. 60 ദിവസത്തെ വെടിനിർത്തലിനെ തുടർന്ന് ജനം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇസ്രായേലും ഹിസ്ബുള്ളയും 13 മാസമായി തുടരുന്ന ഏറ്റുമുട്ടലുകൾക്ക് താൽക്കാലിക വിരാമമുണ്ടായിരിക്കുന്നു. ഈ വെടിനിർത്തൽ കരാർ രാജ്യത്ത് സമാധാനം കൊണ്ടുവരുമെന്നും ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ഇത് സഹായിക്കുമെന്നും വടക്കൻ ഇസ്രായേലിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. എന്നാൽ ചിലർ കരാറിന്റെ നിലനിൽപ്പിനെക്കുറിച്ചും അതിന്റെ സുസ്ഥിരതയെയും ഫലപ്രാപ്തിയെയും കുറിച്ച് സംശയം ഉന്നയിക്കുന്നു. നിലവിലെ സർക്കാരിലെ മുതിർന്ന ചില നേതാക്കന്മാരും പ്രതിപക്ഷത്തുള്ള പാർട്ടി നേതാക്കന്മാരും വെടിനിർത്തലിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളിൽ ഏറെ ഭാഗവും ഹിസ്ബുള്ളയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് അഭിപ്രായമുള്ളവരാണ്. ചൊവ്വാഴ്ച രാത്രിയിൽ ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയ കരാർ ബുധനാഴ്ച രാവിലെ മുതലാണ് നിലവിൽ വന്നത്. ഇതേ തുടർന്ന് വടക്കൻ ഇസ്രായേലിലെ ലെബനനോട് ചേർന്ന് കിടക്കുന്ന നഗരമായ കിര്യാത്ത് ഷ്മോനായിൽ ഗതാഗതം പുനരാരംഭിച്ചിട്ടുണ്ടെങ്കിലും കടകളൊക്കെ ഏറെയും അടഞ്ഞുകിടക്കുകയാണ്. തുറമുഖ നഗരമായ ഹൈഫയിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് തിരികെ പോകുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ പലായനം ചെയ്ത ജനങ്ങളെ വടക്കൻ ഇസ്രായേലിലേക്ക് മടങ്ങാൻ സഹായിക്കുന്ന സുരക്ഷിത പദ്ധതികൾ ഗവൺമെന്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇതിനിടെ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന സമീപനം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായതായി ഇസ്രായേൽ സുരക്ഷാ സേന വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.